ഓക്കെ. സോ ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പ്രോപ്പർലി ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളുടെ കമൻറ്റ്സ് ഇൻ കേസ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഞാനത് ഓൺ സ്ക്രീൻ സെപ്പറേറ്റ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നോക്കിയിട്ട് കമൻറ്റ്സ് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് സിന്ധു ഗുഡ് ഈവനിങ്. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ക്ലിയറിങ് ഇറ്റ് ഓൺ ടൈം. ഓക്കെ. ഓക്കെ. ഐ ഹോപ്പ് വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ഓൺ ദ ഗോ ജോയിൻ ചെയ്യും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിചാരിക്കാം. ഓക്കെ. സോ ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെഫിനിഷൻസ് ആയിരുന്നു. ഓക്കെ. അതായത് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്കോപ്പും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്ത് പോകും എന്നുള്ളത്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇനി ആ ഓരോ തിയറീസിൻ്റെയും സ്കോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തിയറീസിൻ്റെ സ്കോപ്പുകൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ. സോ അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ തിയറീസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് പോകാം. ഓക്കെ. സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് H.A. ഗൊഡാർഡിൻ്റെ ഒരു തിയറി ആയിരുന്നു. ഓക്കെ. സോ അദ്ദേഹത്തിൻ്റെ തിയറിക്ക് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ലൂതർ ഗള്ളിക്കിൻ്റെ തിയറി ആയിരുന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ലൂതർ ഗള്ളിക്കിൻ്റെ തിയറിയിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു അക്രോണിമും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ആ ഒരു അക്രോണിം എന്ന് പറയുന്നത് ലൂതർ ഗള്ളിക്ക് മാത്രമല്ല, ലിൻഡൽ ഉർവിക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്, അദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു അക്രോണിം എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതായത് അതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ്, അതുപോലെ തന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള അപ്രോച്ചാണ്, അദ്ദേഹം ഒരു ക്ലാസിക്കൽ തിയറിയുടെ വക്താവാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ലൂതർ ഗള്ളിക്കിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇയൻ ഗ്ലെയ്ഡൻ്റെ കേസായിരുന്നു. ഓക്കെ. സോ ഇയൻ ഗ്ലെയ്ഡൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അഡ്മിനിസ്ട്രേ എന്ന് പറയുന്ന ആ അഡ്മിനിസ്ട്രേ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ മറ്റൊരു അർത്ഥമായിട്ടുള്ള ടേക്ക് കെയർ ഓഫ് അതേഴ്സ് അല്ലെങ്കിൽ കെയർ ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് ആദ്യമായിട്ട് കവർ ചെയ്യുന്ന ആളായിരുന്നു എൻ ഗ്ലെയ്ഡൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷമാണ് പ്രധാനമായിട്ടും മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രൂപത്തിൽ 3 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പഠിച്ചതായിരുന്നു ഫെലിക്സ് എ നിഗ്രോ എന്ന് പറയുന്നത്. ഓക്കെ. ഫെലിക്സ് എ നിഗ്രോയുടെ ആ ഒരു ഡെഫിനിഷൻ ആയിരുന്നു ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് സെയിം ഡെഫിനിഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഫിഫ്നർ ആയിരുന്നു. ഓക്കെ. ദെൻ ഫിഫ്നറിന് ശേഷം കെയ്ത്ത് ഹെൻഡേഴ്സണും അതേ സെയിം തിയറി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ തിയറീസ്, മെൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്, അതായിരുന്നു പിന്നീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം 1-2 ആളുടെ ആ ഒരു തിയറീസ്, ആ ഒരു ഡെഫിനിഷനും കൂടെ പഠിച്ചു. ഫൈനലായിട്ട് വുഡ്രോ വിൽസൻ്റെ. സോ വുഡ്രോ വിൽസൻ്റേക്ക് വരുന്ന സമയത്ത് അവിടെ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം പൊളിറ്റിക്സിനെയും അഡ്മിനിസ്ട്രേഷനെയും എന്ത് ചെയ്തു, സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം. ഓക്കെ. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തുകൊണ്ട് വി ക്യാൻ സ്റ്റാർട്ട് ഫർദർ. ഓക്കെ. നൗ വി വിൽ ബി മൂവിങ് ഓൺ ടു ദ ടുഡേയ്സ് ക്ലാസ്. ഓക്കെ. സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതില്ല. ഞാനിവിടെ ക്ലാസ് എടുത്ത് ഏകദേശം 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആകുന്നതിന് ആ ഒരു ഡിലേ ഉണ്ടായിരിക്കും. പക്ഷേ ഒട്ടും നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, സ്ക്രീനിലേക്ക് നോക്കിയിട്ട്, അതായത് ഒരു സെപ്പറേറ്റ് സ്ക്രീൻ ഉണ്ട്, അതിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട്, തിരിച്ചു വന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ. നൗ ഇനി നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പം എവിടെയെല്ലാം സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധ്യതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എവിടെയെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ആരുടെയെല്ലാം മുകളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, സാധ്യതകൾ എന്നുള്ളതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സ്കോപ്പിൽ വരുന്നത്. ഓക്കെ. ജസ്റ്റ് അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വോയിസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ട്, അതായത് എക്കോ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.
സോ ജസ്റ്റ് നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് അറിയിക്കാം, അതായത് എക്കോ ഒന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് നീറ്റായിട്ട് നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, യാ. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോപ്പാണ് നോക്കുന്നത്. സ്കോപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സാധ്യതകളാണ്. അപ്പം ആ സാധ്യതകളെ പ്രധാനമായിട്ടും നമ്മൾ 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോന്നിനെയും കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഒന്ന് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പിന്നെ എന്തുമായിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതാണ് രണ്ടാമത്തെ അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അതായത് ഡീൽസ് വിത്ത്, അതാണ് രണ്ടാമത്തെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് കണ്ടംപററി സ്കോപ്പാണ്. ഓക്കെ, അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ പ്രസൻറ്റ് സിനാരിയോയിൽ എവിടെയെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, വോയിസ് ലോ ആണ് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് 1 സെക്കൻഡ്, ഞാനൊന്ന് എന്ത് ചെയ്യാം, വോയിസ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ. ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പം ഓഡിയോ ക്ലിയർ ആണോ? നന്നായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. വോയിസ് ലോ ആണ്. ഇപ്പം എന്താണ്, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ വോയിസ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ക്ലിയർ ആണ് എന്നുള്ളത് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു സ്കോപ്പാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ, എവിടെയാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിത്ത് ഹൂം ഇറ്റ് ഡീൽസ് വിത്ത്. ഓക്കെ, ആരുമായിട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഫൈനലി, ഓക്കെ, സ്റ്റിൽ വോളിയം ലോ ആണോ സിന്ധു? ഇപ്പോഴും വോളിയം ലോ ആണോ? ആതിര വോളിയം ലോ ആണോ? നോക്കിയിട്ടൊന്ന് പറയൂ. ഓക്കെ, ഇപ്പോഴും വോളിയം കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും വോളിയം കുറവാണോ? ഈവൻ ഞാൻ സംസാരിക്കുന്നതിൻ്റെ വോയിസ് കുറവാണെന്നാണോ, അതല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വോളിയം കുറവാണെന്നാണോ? നിങ്ങൾ മാക്സിമം ഒന്ന് വോളിയം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഒന്ന് കൂട്ടി നോക്കും. ഞാനിവിടെ എൻ്റെ സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ ഒന്ന് നോക്കാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പോഴും വോളിയം കുറവാണോ? അല്ലല്ലോ, നല്ല വോളിയം ഉണ്ടല്ലോ. ഈവൻ ഞാൻ സംസാരിക്കുന്നതിൻ്റെ വോയിസ് കുറവാണെന്നാണോ, അതല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വോളിയം കുറവാണെന്നാണോ? നിങ്ങൾ മാക്സിമം വോളിയം നിങ്ങളുടെ സിസ്റ്റത്തിന് കൂട്ടി നോക്കും. ഞാനിവിടെ എൻ്റെ സെപ്പറേറ്റ് സിസ്റ്റത്തിൽ നിന്ന്. ഓക്കെ, ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റേത്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വോളിയം കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, വോളിയം ഓക്കെയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ലോ എന്നാണോ? ഏത് വീഡിയോയുടെ ക്ലാരിറ്റി ആണോ? വീഡിയോയുടെ ക്ലാരിറ്റി ആണെങ്കിൽ ഇറ്റ് മേ ബി ബിക്കോസ് നിങ്ങളുടെ സ്ട്രീമിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ വീഡിയോ ക്ലാരിറ്റി ഉണ്ട്. ഇനി ഓഡിയോയുടെ ക്ലാരിറ്റി ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, ഓഡിയോ ക്ലാരിറ്റി റെഡി ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ക്ലിയർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കോപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടായിരുന്നു. ഓക്കെ, 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കോപ്പിനെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് അത് എവിടെയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. കാരണം നമുക്ക് ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനാണ്. പബ്ലിക്, പ്രൈവറ്റ്, അതുപോലെ തന്നെ NGOs, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഒന്നാമത്തത് ഏരിയ ഓഫ് ആപ്ലിക്കേഷനാണ്, എവിടെയെല്ലാം നമുക്കിത് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ഏരിയ ഓഫ് ആപ്ലിക്കേഷനാണ് ആദ്യം വരുന്നത്. ദെൻ രണ്ടാമത്തത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തതെന്ന് പറയുന്നത് കറണ്ടാണ്. ഓക്കെ, സോ കറണ്ട്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് സിനാരിയോയിൽ എവിടെയെല്ലാം നമുക്ക് ഈ തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് സ്കോപ്പിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗവൺമെൻറ് സിസ്റ്റത്തിൽ എന്തുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് സിസ്റ്റത്തിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് എന്ത് ആദ്യത്തേത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, മിനിസ്ട്രീസ്, ലോക്കൽ ബോഡീസ്, അതുപോലെ തന്നെ ഈവൻ PSUs. ഓക്കെ, ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ഗവൺമെന്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ തിയറീസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം ഫീൽഡിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പോളിസി ഫോർമുലേഷൻ. ഓക്കെ, പോളിസി രൂപീകരിക്കുന്നതിൽ, അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ്, വെൽഫെയർ പ്രോഗ്രാംസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽഫെയർ പ്രോഗ്രാമിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു MG നരേഗ സ്കീം. അപ്പോൾ MG നരേഗ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഏത് ആസ്പെക്റ്റിൽ വരുന്നതാണ്? കെയർ ആസ്പെക്റ്റിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ഗ്ലീഡന്റെ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നതാണ്, കെയർ ആസ്പെക്റ്റിൽ വരുന്നതാണ് എന്ത് MG നരേഗ എന്ന് പറയുന്നത്. കാരണം എന്തെന്നുണ്ട്, ലൈവ്ലിഹുഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അൺസ്കിൽഡ് ആയിട്ട് ജോലി ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ്ലിഹുഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് MG നരേഗ സ്കീം. ഓക്കെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നമ്മൾ നടപ്പാക്കുന്നത് ജോലി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് ഡിജിറ്റൽ ഇന്ത്യ. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും എംഫസിസ് ചെയ്യുന്നത് എവിടെയാണ്? എഫിഷ്യൻസിയിലാണ്. ഓക്കെ, സോ എഫിഷ്യൻസിയിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സോ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടുള്ള എഫിഷ്യൻസി നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, സോ വി വിൽ ബി ഫോക്കസിങ് മോർ ഓൺ ദി എഫിഷ്യൻസി. ഓക്കെ, സോ ഇനി അതല്ല, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു കോർഡിനേഷൻ, ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഒരു കോർഡിനേഷൻ കൊണ്ടുവരുന്നതിനാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊക്കെ എന്ത് വരുന്നുണ്ട്, ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ്. അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇതിനടുത്തത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറാണ് പ്രധാനമായിട്ടും വരുന്ന. പ്രൈവറ്റ് സെക്ടേഴ്സ് ഏതൊക്കെയാണ്? കോർപ്പറേഷൻസ് വരുന്നുണ്ട്, ബിസിനസ് എന്റർപ്രൈസസ് വരുന്നുണ്ട്, ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ്മാൻ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പേഴ്സണൽ ലൈഫ് ഇൻ ദ സെൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് ലീഡർഷിപ്പ്, അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. അതല്ലാതെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ് അല്ല. ഓക്കെ, സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ്, പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഫിഫ്നർ പറഞ്ഞത്, LD വൈറ്റ്, ഇങ്ങനത്തെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ കേറ്റ് ഹെൻഡേഴ്സൺ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, മെൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പം അവിടെ എന്ത് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പം അവരുടെ തിയറീസ് കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഫിഫ്നർ ഒക്കെ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി മുന്നോട്ടേക്ക് വെക്കുന്നത്, ഇത്തരം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതായത് മെൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആൾക്കാർ, അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലാണ്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലീഡൻ, ഈ ഒരു ടേക്കിംഗ് കെയർ, ആ കെയർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ വുഡ്രോ വിൽസൺ, അദ്ദേഹം ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് കാണിച്ചു തന്ന ആളാണ്. അതായത് പോളിസി മേക്കിങ്ങും പോളിസി ഇംപ്ലിമെന്റേഷനും രണ്ടും രണ്ടാണ്. പോളിസി ഇംപ്ലിമെന്റേഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അവരുടെ തിയറീസ് ആണ് കൂടുതൽ അപ്ലിക്കബിൾ ആവുക. ഓക്കെ, സോ ഓരോരുത്തരുടെയും തിയറി നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇതിന്റെ സ്കോപ്പ് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ തിയറീസ് ഒന്ന് എന്ത് ചെയ്തത്, റീക്യാപ്പ് ചെയ്ത് പറഞ്ഞത്. നൗ ഇനി ഇതുപോലെ തന്നെ അതായത് അഡ്മിനിസ്ട്രേഷന്റെ തിയറീസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGOs. നിങ്ങൾക്കറിയാം സാധ്യതയുള്ള ഒന്നാണ് NGO എന്ന് പറയുന്നത്. അപ്പോൾ NGO എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ബോഡീസ് ആണ്. ഓക്കെ, നോൺ പ്രോഫിറ്റ് ബോഡീസ് ആണ്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, NGOs എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ പാർട്ടാണോ? അല്ല. അപ്പം പ്രൈവറ്റ് എൻറ്റിറ്റിയുടെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും ഇൻ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആണ് NGOs എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് എന്താണ്, ദേ ആർ നോൺ പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, ബട്ട് ദേ ആർ ഗോയിങ് ഫോർ വോളണ്ടറി ആക്ടിവിറ്റി. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രിഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് കെയർ ആണ്, മറ്റുള്ളവരോടുള്ള കെയർ ആണ്. അഡ്മിനിസ്ട്രേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ കെയർ ആസ്പെക്ട് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് എംഫസിസ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലീഡന്റെ അദ്ദേഹത്തിന്റെ തിയറീസ് ആണ് ഇവിടെ കുറെ കൂടെ എന്ത് ചെയ്യുന്നത്, സ്യൂട്ടബിൾ ആകുന്നത്. അടുത്ത് നിങ്ങൾ നോക്കുക, സോഷ്യൽ വെൽഫെയർ, അഡ്വോക്കസി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫംഗ്ഷനിങ് ബേസ്ഡ് അപ്പോൺ ദ കോപ്പറേഷൻ ആണ്.
ഓക്കെ, ഡിഫറെൻറ്റ് ആളുകൾ എന്ത് ചെയ്യണം, കോഓർഡിനേറ്റ് ചെയ്യണം, കോഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോഓർഡിനേഷനും കോഓപ്പറേഷനുമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു തിങ്കർ ഉണ്ടായിരുന്നു. ഓക്കെ, സാർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ, ആരായിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോഓർഡിനേഷനും കോഓപ്പറേഷനുമാണ് എന്ന് പറയുന്നത്, ടു അച്ചീവ് കോമൺ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഹെർബർട്ട് എ സൈമൺ. ഓക്കെ, ഹെർബർട്ട് എ സൈമൺ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു തിയറി മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ ഹെർബർട്ട് എ സൈമൺ പറഞ്ഞത് എന്തായിരുന്നു, അഡ്മിനിസ്ട്രേഷനെ നമ്മൾ ഇൻ ടോട്ടാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർ പരസ്പരം കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇതായിരുന്നു ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹെർബർട്ട് എ സൈമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ജസ്റ്റ് 1 second, ഐ വിൽ റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. ഹെർബർട്ട് എ സൈമൺ. അപ്പോൾ ഹെർബർട്ട് എ സൈമണിന്റെ തിയറീസ് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, അപ്പോൾ അതൊക്കെ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ ആൻഡ് സൂപ്രാ നാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സൂപ്രാ നാഷണൽ ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നാഷണൽസ്, ഡിഫറെൻറ്റ് രാജ്യങ്ങൾ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പം ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഗ്ലോബൽ ഹെൽത്ത്, ക്ലൈമറ്റ് ചേഞ്ച്, പീസ് കീപ്പിംഗ്, ഡെവലപ്മെന്റൽ എയ്ഡ്, ഇതൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു തിയറി എന്ന് പറയുന്നത് ആരായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്നറുടെ തിയറി അല്ലെങ്കിൽ നീഗ്രോയുടെ തിയറി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, മെൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റ്. അപ്പോൾ അതെവിടെ സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന ഇന്റർനാഷണൽ ആൻഡ് സൂപ്രാ നാഷണൽ ബോഡീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് കോഓപ്പറേറ്റീവ് ആൻഡ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, കോഓപ്പറേറ്റീവ് ബോഡീസ്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഉള്ള കോഓപ്പറേറ്റീവ് ബോഡീസ്. ഓക്കെ, നമ്മൾ ഇപ്പം കേരള എക്കണോമി പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കും. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ ഒരു സക്സസ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അമൂൽസ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ്ഫുൾ മോഡൽസ് ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കോഓപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ എല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ദ കോർപ്പറേഷൻ ആണ്. എഗെയിൻ ഹെർബർട്ട് എ സൈമൺ അദ്ദേഹത്തിന്റെ തിയറീസ് എന്താണ്, ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, പരസ്പരം കോഓപ്പറേറ്റ് ചെയ്യണം ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഒരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അഗ്രികൾച്ചറിന് ക്രെഡിറ്റ്സ് എത്തിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ലോണുകൾ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ആ ലക്ഷ്യത്തിന് കോമൺ ഗോൾസിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡെഫിനിഷന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്വയം സഹായ സംഘങ്ങൾ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കുടുംബശ്രീ, അയൽക്കൂട്ടം. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വയം സഹായ സംഘങ്ങളാണ്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് പഞ്ചായത്ത്. ഓക്കെ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ പഞ്ചായത്തുകൾ. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദ നെക്സ്റ്റ് ഇസ് ഗ്രാസ് റൂട്ട് അഡ്മിനിസ്ട്രേഷൻ, മൈക്രോ ഫൈനാൻസ് ആൻഡ് ലോക്കൽ ഗവേണൻസ്. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാസ് റൂട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറ്റും, അഡ്മിനിസ്ട്രേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ ഡെപ്തിലേക്ക് ഒന്നും പോകണ്ട. അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞ പോലെ ഓക്കെ ഇതിനെന്തുണ്ട്, ഒരു യൂണിവേഴ്സൽ സ്കോപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഒരു യൂണിവേഴ്സലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആദ്യം പഠിച്ച തിങ്കർ തന്നെ എന്തായിരുന്നു, ഗോഡാർഡ്. സോ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു, ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഉണ്ടെന്നാണ്. പബ്ലിക് പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ ഇത് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഏരിയ ഓഫ് അപ്ലിക്കേഷൻ പഠിച്ച സമയത്ത് കാണുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ പ്രൈവറ്റ്, പബ്ലിക്, NGOs, ഇന്റർനാഷണൽ, അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ അപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞു. യെസ്, പഞ്ചായത്ത് ആൾസോ കംസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ
ഒരു പ്യുവർ ആയിട്ടുള്ള, അപ്പം അതായത് നേരത്തെ നമ്മൾ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ സിലബസിൽ അത് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് ലോക്കൽ ബോഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് മാനേജ്മെന്റിലല്ലേ വരിക എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് അഡ്മിനിസ്ട്രേഷനിലും വരുന്നുണ്ട്. ഞാൻ അവിടെ നിങ്ങളുടെ അതേസമയം പറഞ്ഞൊരു കാര്യമായിരുന്നു, അഡ്മിനിസ്ട്രേഷന്റെ ഉള്ളിൽ വരുന്ന ഒരു സബ്സെറ്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? മാനേജ്മെന്റ് വരുന്നുണ്ട്. സോ അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ബ്രോഡർ കൺസെപ്റ്റ്. അതിന്റെ ഉള്ളിലെ ലോവർ ഹൈറാർക്കിയിൽ വരുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളിപ്പം മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഉണ്ട്. അപ്പം മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ്. എന്നാൽ നിങ്ങൾ താഴെയുള്ള ഒരു ഫീൽഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ, ഓക്കെ, അതല്ലെങ്കിൽ ഒരു സെക്രട്ടറി ലെവലിലുള്ള ഒരാളെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിൽ വരുന്നില്ല? ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പിൽ വരുന്നില്ല. അതെന്തിലാണ് വരുന്നത്? മാനേജ്മെന്റ് സെറ്റപ്പിലാണ് വരുന്നത്. ഓക്കെ, മാനേജ്മെന്റ് സെറ്റപ്പിലാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം? ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ ലോക്കൽ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വില്ലേജ് ലെവലിലുള്ള ഫീൽഡ് ഓഫീസർ ആ ലെവലിലേക്കല്ല, ബട്ട് ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെയാണ്. ഓക്കെ, ആ ഒരു ഹൈറാർക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ സിന്ധു, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, യാ, ഓക്കെ. അതിന് ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും എന്താണ്? അതിൻ്റെ ഒരു സ്കോപ്പാണ്. അപ്പം ആളുകളെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറീസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പോസ്റ്റ് കോർപ്പ് തന്നെയാണ്. ഓക്കെ, പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത് അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ലിൻഡൽ ഉർവിക്കിൻ്റെ ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആളുകളെ മാനേജ് ചെയ്യുന്നതിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ തിയറി തന്നെ ആരും പറഞ്ഞിട്ടുണ്ട്? ഫിഫ്നറും അതുപോലെ തന്നെ നീഗ്രോയും അതുപോലെ തന്നെ ഹെൻഡേഴ്സണും അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സെയിം തിയറി തന്നെ പറഞ്ഞിട്ടുണ്ട്. മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ മെൻ ആൻഡ് മെറ്റീരിയൽ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മെൻ കൺസിഡർ ചെയ്യാം, ആളുകളെ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആളുകളുടെ കേസിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതേ സാധനം നിങ്ങൾ മറ്റൊരു സ്ഥലത്തും കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ, ഇഫ് ഐ എം കറക്റ്റ്, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹെൻറി ഫയോളിന്റെ ആ ഒരു 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റ് കോർപ്പ് പറയുന്ന സമയത്ത് അവിടെയും പറയും ഹെൻറി ഫയോളിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് പോസ്റ്റ് കോർപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെൻറി ഫയോളിന്റെ ആ ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടിനെ എന്ത് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യേണ്ടത്. നൗ കമ്മിങ് ടു ദിസ് പോയിന്റ്, അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ മാനേജ്മെന്റ്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനം വരുന്നത് ഒന്ന് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, ദെൻ ട്രെയിനിങ് വരുന്നുണ്ട്, ദെൻ കറക്റ്റ് ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം, ദെൻ അയാളെ കണ്ടിന്യൂസ്ലി മോട്ടിവേറ്റ് ചെയ്യണം, ദെൻ ഇവരെല്ലാവരെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ ലീഡർഷിപ്പ്. അപ്പോൾ ഇത്തരത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ എല്ലാ ഏരിയയിലും അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ദെൻ കമ്മിങ് മെറ്റീരിയൽ. ഓക്കെ, സോ മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് പ്രധാനമായിട്ടും വരുന്നത്? ഫിസിക്കൽ റിസോഴ്സസ്. ഓക്കെ, ഫിസിക്കൽ റിസോഴ്സസ് അതിൻ്റെ മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്, എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, ടൂൾസ് വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്, റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ്സ്, ടൂൾസ്, ടെക്നോളജി, റോ മെറ്റീരിയൽസ്, ഇതിൻ്റെ ഒക്കെ യൂസേജിന് നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിയറീസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് എന്ത്? എഫിഷ്യൻസി. ഓക്കെ, അതുപോലെ തന്നെ എഫിക്കസി, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഓക്കെ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്നതൊക്കെ എന്താണ്? ഇതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് കുറെ കൂടെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെക്നോളജി എന്ന് പറയുന്നത് എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ
റൈറ്റ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എഫിക്കസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻസ് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പ്രിൻസിപ്പിൾസും കൂടെ പറയുന്ന സമയത്തായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് മണി. ഓക്കെ, സോ മെൻ, മെറ്റീരിയൽ, നൗ കമ്മിങ് ടു ദ മണി. ഓക്കെ, ഇപ്പോൾ മണിയിലേക്ക് വരുന്ന സമയത്ത് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഓക്കെ, ഫൈനാൻഷ്യൽ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഫൈനാൻഷ്യൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഡ്ജറ്റിംഗ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്ന സമയത്ത് RB. ഓക്കെ, റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഏതാണ്, ബഡ്ജറ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്, ബഡ്ജറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് കോർപ്പിൽ അവസാനം വരുന്ന B സ്റ്റാൻഡ്സ് ഫോർ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, മണി അല്ലെങ്കിൽ ഫൈനാൻസ് റിസോഴ്സ് മാനേജ്മെന്റിലെ ബഡ്ജറ്റ് വരുന്നുണ്ട്. ദെൻ കംസ് ഓഡിറ്റിംഗ് വരുന്നുണ്ട്, റവന്യൂ കളക്ഷൻ വരുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ കൺട്രോൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്, മണി കൺട്രോളുമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. ബഡ്ജറ്റ് മേക്കിംഗ് വരുന്നുണ്ട്, ഓഡിറ്റിംഗ് വരുന്നുണ്ട്, റവന്യൂ കളക്ഷൻ വരുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ കൺട്രോൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ എല്ലാ പറയുന്ന ഏരിയാസിലും അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ മെൻഷൻ ചെയ്യുക. കാരണം ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും തമ്മിലൊരു ചെറിയ ഡിലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ട് സ്വാഭാവികമായിട്ടും അടുത്ത സ്ലൈഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് പോകുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ഞാനത് നോക്കിയിട്ട് ഐ വിൽ ബി ഗിവിങ്, അല്ലെങ്കിൽ ഞാൻ അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വരുത്തുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് മെത്തേഡ്സ് ആൻഡ് പ്രോസസ്സിംഗ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും മെൻ, മെറ്റീരിയൽ, മണി. ഓക്കെ, 3 M's നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് മെൻ, മെറ്റീരിയൽ, മണി. ഇനി അടുത്തതാണ് മെത്തേഡ്. ഓക്കെ, 4ാമത്തെ M ആണ് വരുന്നത്, മെത്തേഡ് ആൻഡ് പ്രോസസ്. ഓക്കെ, സോ മെത്തേഡ് ആൻഡ് പ്രോസസ്. അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് മെത്തേഡ്സ് ആൻഡ് പ്രോസസ്സ് നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ് കോർപ്പ് തന്നെയാണ്. ഓക്കെ, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഡെസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ. ഓക്കെ, സോ ഇതെല്ലാം വരുന്നുണ്ട്. ഇതിൽ ആദ്യം പറയുന്ന ഈ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് കോർപ്പിൽ വരുന്നത്. ഓക്കെ, കൺട്രോളിംഗ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, കോർഡിനേഷൻ വരുന്നുണ്ട്, റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്, ബഡ്ജറ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ, അത്ര കുറച്ച് കാര്യം മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റ്, ദെൻ ഇവിടെ കൺട്രോളിംഗ് അല്ല, ആക്ച്വലി ദിസ് ഇസ് ഫോർ ദി കോർപ്പറേഷൻ ആണ്. ഓക്കെ, കൺട്രോളിംഗ് വരുന്നുണ്ട്, കോർപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, കോർപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്. അപ്പം മെത്തേഡ്സിലും ഡിഫറെൻ്റ് പ്രോസസ്സിലും നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ദ നെക്സ്റ്റ് ഇസ് അസറ്റ് ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും ടാൻജിബിളും ഇൻടാൻജിബിളുമായിട്ടുള്ള അസറ്റുകളുണ്ട്. ഈ അസറ്റ് മാനേജ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, അഡ്മിനിസ്ട്രേഷൻ വരുന്നത് തന്നെ ഒരു ബേസിക് നീഡിൽ നിന്നാണ്. ഓക്കെ, ഒരു ബേസിക് നീഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസിന് എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ലിമിറ്റഡ് റിസോഴ്സസ് ബെസ്റ്റ് യൂട്ടിലൈസേഷൻ. ലിമിറ്റഡ് റിസോഴ്സസ് ബെസ്റ്റ് യൂട്ടിലൈസേഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഓക്കെ, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ്. ഓക്കെ, സോ ഇതിൽ നിന്നാണ് ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ വരുന്നത് തന്നെ. ഓക്കെ, ലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ്, ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം. അവിടെ ഇത് വരുന്നുണ്ട്, ടൈം മാനേജ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അതിനെ കൃത്യമായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്ലോലി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ നിന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസറ്റ്സ്, നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ലൈക്ക് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവണമെന്നില്ല. ബട്ട് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ബേസിൽ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിരിക്കും, തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടേക്ക് എന്ത് വരുന്നുണ്ട്, ഇൻഫർമേഷൻസിൻ്റെ റൈറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഹൈ ലെവലിൽ വരുന്ന ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയാസിനാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നൗ
അസറ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞു ടാൻജിബിൾ അസറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന ഫിസിക്കലി കാണാൻ പറ്റുന്ന ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെയാണ് ടാൻജിബിൾ അസറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന അസറ്റുകളാണ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എന്നിവ. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഇതൊക്കെ എന്താണ്? ടാൻജിബിൾ അസറ്റ് ആണ്, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അസറ്റുകളാണ്. ദെൻ കംസ് ഇൻടാൻജിബിൾ അസറ്റ്, തൊടാൻ കഴിയാത്ത അസറ്റുകളുണ്ട്. അതാണ് ഏതൊക്കെ? നോളജ്, ഡാറ്റ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റലിജൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻടാൻജിബിൾ ആണ്, ബട്ട് ദേ ആർ ആൾസോ അസറ്റ് ആണ്. അതും എന്താണ്? ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. അതും കൂടെ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മറ്റേ രണ്ട് കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയാണ് നമ്മുടെ കണ്ടംപററി സ്കോപ്പ്, അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ, പ്രസന്റ് സർക്കംസ്റ്റാൻസസിൽ എങ്ങനെയെല്ലാമാണ് അഡ്മിനിസ്ട്രേഷൻ അപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. എങ്ങനെയെല്ലാമാണ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്രസന്റ് സർക്കംസ്റ്റാൻസസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ചില വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഗുഡ് ഗവേണൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവേണൻസ് ഉണ്ട്, ഇ ഗവേണൻസ് ഉണ്ട്, ഗുഡ് ഗവേണൻസ് ഉണ്ട്, എത്തിക്കൽ ഗവേണൻസ് ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം ഗുഡ് ഗവേണൻസ്, ഈ കണ്ടംപററി ഗുഡ് ഗവേണൻസ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ദർ ഷുഡ് ബി കെയർ ഫോർ ദ പീപ്പിൾ. ജനങ്ങളോട് എന്ത് വേണം? ഒരു കെയർ വേണം. ദെൻ ദർ ഷുഡ് ബി അക്കൗണ്ടബിലിറ്റി ഓൺ യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി, ആൻസറബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വേണം. ഇപ്പോൾ ഗുഡ് ഗവേണൻസിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എന്ത്? ഒന്ന് അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്. ദെൻ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ആൻഡ് ആൻസറബിലിറ്റി വരുന്നുണ്ട്. ദെൻ എന്ത് വരുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ഗുഡ് ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് എന്ത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഗുഡ് ഗവേണൻസ് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ അക്കൗണ്ടബിലിറ്റിയും വരും. സോ അക്കൗണ്ടബിലിറ്റി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്പെറൻസി, ഒബ്ജക്ടിവിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രാൻസ്പെറൻസി, ഒബ്ജക്ടിവിറ്റി, ഓപ്പൺനെസ്. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കുകളാണ്. ഇതെല്ലാം ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ഇസ് റൂൾ ഓഫ് ലോ. നിയമം മൂലമായിരിക്കണം ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്? നടപ്പാക്കേണ്ടത്. അപ്പോൾ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലെ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി ഫയോളിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഡിസിപ്ലിൻ ആണ്. ആ ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോ വരുന്നത്. ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് തിയറിയിൽ ഡിസിപ്ലിൻ വരുന്നുണ്ട്. അതുമായിട്ടാണ് ലോ എന്ത് ചെയ്യുന്നത്? കണക്ട് ആയിട്ട് നിൽക്കുന്നത്. കോണ്ടക്ച്വലി പറഞ്ഞെന്ന് മാത്രം. Then citizen-centric service delivery. Citizen-centric service delivery. അപ്പം ഇതും എന്തിലേക്ക് വരുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെയറിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷനിൽ കെയർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. ആ ആസ്പെക്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കവർ ആകുന്നത്. Then the next is ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗുഡ് ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അപ്പോൾ ഈ പറയുന്ന കറണ്ട് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ കണ്ടംപററി ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ രൂപത്തിൽ അഡ്മിനിസ്ട്രേഷന് അപ്ലിക്കബിലിറ്റി ഉണ്ട്. ദെൻ അടുത്തതാണ് ഡെവലപ്മെന്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ വരുന്നത് ഡെവലപ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം പോവേർട്ടി റിഡക്ഷൻ, സോഷ്യൽ ജസ്റ്റിസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ സാമൂഹിക നീതി, വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമപ്രദേശങ്ങളുടെ വികസനം. ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? റൂറൽ ഡെവലപ്മെന്റ്, ഇത് ഡെവലപ്മെന്റൽ അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കവേർഡ് ആണ്. അപ്പോൾ സോഷ്യൽ ആസ്പെക്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ ആസ്പെക്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യണം? അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോഷ്യൽ ആസ്പെക്റ്റുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വരുന്നുണ്ട് എന്നുള്ളത്. കാരണം ഈ ഒരു സോഷ്യൽ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിങ്കർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹെർബർട്ട് എ സൈമൺ നമുക്ക് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹെർബർട്ട് എ സൈമണിലേക്ക് വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? ഒരു കോമൺ ഗോൾ, ഒരു കമ്മ്യൂണിറ്റി ആസ്പെക്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ ആസ്പെക്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ ബാക്കി തിങ്കേഴ്സിനൊന്നും നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ആരുമില്ല. ഹെർബർട്ട് എ സൈമൺ തന്നെയാണ് നമുക്ക് പിന്നെയും എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറെ കൂടെ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതിനടുത്തത് ഇ ഗവേണൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇ ഗവേണൻസ് ആൻഡ് ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അവിടെയും എന്ത് വരുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഈ സ്കോപ്പ് വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, തിയറീസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഫോർ എക്സാമ്പിൾ AI ടെക്നോളജി, ബിഗ് ഡാറ്റ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി എഫിഷ്യൻസി ആൻഡ് ആക്സസിബിലിറ്റി. ഓക്കെ, അപ്പം ആക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്മിനിസ്ട്രേഷനിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അഡ്മിനിസ്ട്രേഷനിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന ഗവേണൻസിലും ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്തതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, പൊതു സ്വകാര്യ പങ്കാളിത്തം. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ്, ജോയിന്റ് എഫേർട്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് ആൻഡ് വെൽഫെയർ. ഓക്കെ, ജോയിന്റ് ആയിട്ടുള്ള എഫേർട്സ് വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് ആൻഡ് വെൽഫെയർ. അടുത്തതാണ് ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ വരുന്നത്. പ്രധാനമായിട്ടും അവർ ഡീൽ ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, പാൻഡമിക്, മൈഗ്രേഷൻ, ഇന്റർനാഷണൽ കോർപ്പറേഷൻസ്, ഓക്കെ, ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ട വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ IMF, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പറഞ്ഞത് ജനറൽ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ കാര്യങ്ങളെ ഇനി നമുക്ക് പ്രിൻസിപ്പിൾസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. എസ്പെഷ്യലി ഒരു അഡ്മിനിസ്ട്രേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അല്ലാത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ജനറൽ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഡൗട്ട് വരേണ്ട ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവർക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നൗ ഓക്കെ, സോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻസിലേക്ക് കടക്കുന്നത്. ബട്ട് അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പറയുന്ന പോസ്റ്റ് കോർബ്. ഓക്കെ, പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂതർ ഗള്ളിക്ക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ എന്തുണ്ടായിരുന്നു, ലിൻഡൽ ഒർവിക് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോസ്റ്റ് കോർബ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഇനി പോസ്റ്റ് കോർബിലേക്ക് പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഏരിയാസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണോ? രജിത, സിന്ധു, ആതിര, ക്ലിയർ ആണോ? സോ ലൈവിലുള്ള ആൾക്കാർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിപ്ലൈ തരിക. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഓൺ ടു പോസ്റ്റ് കോർബ്. സോ ആദ്യം തന്നെ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളത്. അപ്പം P സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ് ആണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം. ദെൻ കംസ് ഓർഗനൈസിങ്. ഓക്കെ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ദെൻ കംസ് സ്റ്റാഫിങ്. ഓക്കെ, കൃത്യമായിട്ടുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തത് ഡയറക്റ്റിംഗ്. ഓക്കെ, അടുത്തതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. D സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റിംഗ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. C സ്റ്റാൻഡ്സ് ഫോർ കോർഡിനേഷൻ ആണ്. ഓക്കെ, സോ C സ്റ്റാൻഡ്സ് ഫോർ കോർഡിനേഷൻ ആണ്. ദെൻ റിപ്പോർട്ടിംഗ്. ഓക്കെ, ആൻഡ് ഫൈനലി ബഡ്ജറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് കോർബിൽ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡഡ് ആകുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി പോസ്റ്റ് കോർബിന്റെ ബേസിലാണ് ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഡിസ്കഷൻസ് പോകാൻ പോകുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് എന്ത് ചെയ്യണം, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഈ പോസ്റ്റ് കോർബാണ് അഡ്മിനിസ്ട്രേഷൻ തിയറീസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഇതിന്റെ ബേസിലാണ് നമ്മുടെ ഈവൻ മോഡേൺ സംഭവം നമ്മൾ പറയുന്നുണ്ട്. ഇത് ക്ലാസിക്കലാണ്, മെക്കാനിക്കലാണ്, കറണ്ട്, അതായത് ഹ്യൂമൻ ഇമോഷൻസിനെയും അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസിനെയും ഒന്നും ഉൾക്കൊള്ളാതെയുള്ള ഒരു തിയറിയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഗവൺമെന്റ് സെറ്റപ്പിലായാലും ഗവൺമെന്റ് സിസ്റ്റത്തിലായാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് പോസ്റ്റ് കോർബ് തന്നെയാണ്. ഓക്കെ, പോസ്റ്റ് കോർബ് ഈ ഒരു സിസ്റ്റം, ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കറണ്ട് സർക്കംസ്റ്റാൻസസിൽ ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മളെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, കറണ്ട്ലി റെലവെന്റ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ആയതുകൊണ്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രോബബിലിറ്റി പോസ്റ്റ് കോർബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ പറയുന്ന പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ലൂതർ ഗള്ളിക്കാണ്.
ഓക്കെ, 1937 അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. അത് ആദ്യമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് ഇൻ ഹിസ് പേപ്പർ നോട്ട്സ് ഓൺ ദ തിയറി ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നോട്ട്സ് ഓൺ ദ തിയറി ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് അദ്ദേഹം തന്റെ പോസ്റ്റ് കോർബ് തിയറി എന്ത് ചെയ്യുന്നത്, അവതരിപ്പിച്ച ആളുടെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ലൂതർ ഗള്ളിക്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ട്, ലിൻഡൽ ഉർവിക്. ഓക്കെ, ലിൻഡൽ ഉർവിക്, അതും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ലിൻഡൽ ഉർവിക് ആൻഡ് ലൂതർ ഗള്ളിക്, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു പോസ്റ്റ് കോർബ് തിയറി എന്ത് ചെയ്യുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്. ദെൻ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി ഫയോൾ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഹെൻറി ഫയോൾ ആണ് ആദ്യമായിട്ട് ഒരു മോഡേൺ പ്രിൻസിപ്പിൾസ് ഫോർ ദി മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് 14 പ്രിൻസിപ്പിൾസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ 14 പ്രിൻസിപ്പിൾസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു യൂണിറ്റി ഓഫ് കമാൻഡ്, അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻസ്, ഡിസിപ്ലിൻ, ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ബേസിലാണ് അദ്ദേഹം ഈ പറയുന്ന ലൂതർ ഗള്ളിക് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് കോർബ് തിയറി ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ ആദ്യം വരുന്നത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിന്റെ ബേസിലാണ് ലൂതർ ഗള്ളിക് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് കോർബ് തിയറി ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ ദ പോസ്റ്റ് കോർബ് റെപ്രസെന്റ്സ് ദ ഫങ്ഷണൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അതായത് ഒരു അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിട്ട് ഫങ്ഷണൽ എലമെന്റ്സും ബിഹേവിയറൽ എലമെന്റ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ എലമെന്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത് ഫങ്ഷണൽ, അതായത് എങ്ങനെയായിരിക്കണം ഒരു അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫങ്ഷണൽ എലമെന്റ്സ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ, ഇവിടെ എന്താണ് വരുന്നത്, വാട്ട് ആൻ അഡ്മിനിസ്ട്രേറ്റർ ആക്ച്വലി ഡസ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പോസ്റ്റ് കോർബാണ്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഈ പോസ്റ്റ് കോർബാണ്. ഓക്കെ, സോ ഇറ്റ് ബിക്കം സെൻട്രൽ ടു ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ദി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ക്ലാസിക്കൽ തിയറീസ് ഒക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പോസ്റ്റ് കോർബിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ എംഫസിസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന എൻറ്റിയർ ക്ലാസിക്കൽ തിയറീസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ പറയുന്ന ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. ഓക്കെ, ഓരോന്നും എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ആദ്യം നോക്കുക, പോസ്റ്റ് കോർബിൽ ആദ്യം വരുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ് ആണ്, ഒ സ്റ്റാൻഡ്സ് ഫോർ ഓർഗനൈസിങ് ആണ്, എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിംഗ് ആണ്. ഓക്കെ, സോ ആദ്യം വരുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താണ്, ഇപ്പം ഫസ്റ്റ് ഒന്നാമതെന്ന് പറയുന്നത് ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഡാറ്റ ആവശ്യമുണ്ട്. ഓക്കെ, ഡാറ്റ ആവശ്യമുണ്ട്. ഡാറ്റ ഇല്ലാതെ എനിക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഒന്ന് ഡാറ്റ ആവശ്യമുണ്ട്. രണ്ടാമത്തത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിജൻസി പ്ലാനുകൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ദെൻ പ്ലാനിങ്ങിൽ എന്ത് വേണം, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇത്ര സമയത്ത് എഴുന്നേറ്റിട്ട് ഇത്ര സമയമാകുമ്പം ഇന്ന ലൊക്കേഷനിലെത്തും, അടുത്ത ലൊക്കേഷനിലേക്ക് എത്തും, അതിനുശേഷം പിന്നീട് അടുത്ത ലൊക്കേഷനിലേക്ക് എത്തും. അതൊക്കെ നമ്മുടെ ഓരോ ടാർഗറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഫസ്റ്റ് പോവുകയാണ്, ആദ്യം എന്തുന്നുണ്ട്, പൈക്കാര ലേക്ക്, രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും പൈക്കാര ലേക്കിലെത്തണം. ഓക്കെ, അല്ലെങ്കിൽ പൈക്കാര വാട്ടർഫാൾസിലേക്ക് എത്തണം, അല്ലെങ്കിൽ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് എത്തണം. ഓക്കെ, സോ അതല്ലെങ്കിൽ പിന്നീട് അവിടുന്ന് വീണ്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ചില ആളുകൾ ഈവനിങ്, ഓക്കെ, ഈവനിങ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഊട്ടിയിലെ ടോയ് ട്രെയിൻ എന്ത് ചെയ്യണം, അവിടേക്ക് എത്തണം. സോ ഇങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ ടാർഗറ്റാണ്. ചിലപ്പോൾ ടൈമിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത്, ചിലപ്പം മണി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ജില്ലയിൽ അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴിക്കോടുള്ള ഒരാൾ എന്ത് ചെയ്യണം, തിരുവനന്തപുരത്ത് പോയി താമസിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് വരുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയിരിക്കും അയാളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഫോർ എക്സാമ്പിൾ 130 രൂപ ഫുഡിന് വേണ്ടിയിട്ട്, ഓക്കെ, അറൗണ്ട് ഒരു 100 റുപ്പീസ് റെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അല്ലാത്ത ചിലവുകളെല്ലാം കൂടി ഒരു 20 രൂപ, 250 രൂപ. അപ്പോൾ ഒരു മാസം നിൽക്കണമെന്നുണ്ടെങ്കിൽ 750 രൂപ. ഓക്കെ, ഇനി കണ്ടിജൻസി ആണെങ്കിൽ 8000 രൂപ. അപ്പോൾ ഒരു 8000 രൂപ എടുത്തിട്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻസ് അല്ലെങ്കിൽ മണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ മണി ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം, ടൈം ആയിരിക്കാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം ഓരോന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും.
ഓക്കെ, സോ സെറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നതും എന്താണ്, പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ദെൻ അതിന് വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് പോയി നിങ്ങൾ സ്റ്റേ ചെയ്യണം, 130 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ 130 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഫുഡ് ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സ്ട്രാറ്റജി നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2 നേരം മാത്രമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, രാവിലെയും രാത്രി മാത്രമായിട്ട്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കൂടെ ചീപ്പായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എന്താണ് ഒരു ഓപ്ഷനാണ്. ഇനി അതല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ടിഫിൻ സർവീസിന്, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് ടിഫിൻ സർവീസ് ഉണ്ട്, അതിന് ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു 120-130 രൂപയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പെർ ഡേ 3 നേരം നിങ്ങൾക്ക് ഫുഡ് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എടുക്കാൻ പറ്റും. അപ്പം പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജി നമ്മൾ അതിലെന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസികൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡയറ്റ്, അതൊരു പോളിസിയാണ്. ഒരു നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, അത് നിങ്ങളുടെ പോളിസിയാണ്, ഡയറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പോളിസിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ അത്തരത്തിലുള്ള പോളിസികൾ എടുക്കേണ്ടതായിട്ട് വരും. ദെൻ പ്രൊസീജിയേഴ്സ്, അത് പിന്നെ എന്ത് ചെയ്യണം, നടപ്പാക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്, പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, സോ വർക്കിംഗ് ഔട്ട് ദ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ക്യാരീഡ് ഔട്ട്, അതാണ് അവിടെ വരുന്നത്, പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, ബ്രോഡായിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ദെൻ കംസ് ഓർഗനൈസിങ്. ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും കൃത്യമായിട്ട് വെക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ലൈക്ക് ഹെൻറി ഫയോന്റെ തന്നെ 14 പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ഓർഡർ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ വേണം. ഓക്കെ, സോ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓർഡർ ആണ്. ഓക്കെ, എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, എസ്റ്റാബ്ലിഷർ ഫോർമൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി, ആ ഒരു ഹൈറാർക്കി, ഓക്കെ, ചെയിൻ ഓഫ് കമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ, ഹെൻറി ഫയോന്റെ 14 പ്രിൻസിപ്പിൾസിൽ അതും പറയുന്നുണ്ട്, ചെയിൻ ഓഫ് കമാൻഡ് പറയുന്നുണ്ട്. ഓക്കെ, സോ അതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. ഇഫ് ദർ ഇസ് ഓർഗനൈസിങ്, കൃത്യമായിട്ട് ഓരോരുത്തരെയും ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ഇസ് സ്റ്റാഫിംഗ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, അതാണ് സ്റ്റാഫിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്, പേഴ്സണൽ ഫംഗ്ഷൻ. ഓക്കെ, പേഴ്സണൽ ഫംഗ്ഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവരെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടേത് നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് കരിയർ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ജോലിക്കാരെ എടുക്കുന്നു, അതാണ് സ്റ്റാഫിംഗിൽ വരുന്നത്. Then the next is ensuring the right person in the right job. ഓക്കെ, സോ അതും ഈ സ്റ്റാഫിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ പോസ്റ്റ് കോർപ്പിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പ്ലാനിങ്, പിന്നെ ഓർഗനൈസിങ്, പിന്നെ സ്റ്റാഫിംഗ്. ഓക്കെ, 3ലും വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ അനാലിറ്റിക്കൽ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അനാലിറ്റിക്കൽ ലെവലിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ദെൻ അടുത്തതാണ് ഡയറക്റ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡയറക്ഷൻ. ഇപ്പോൾ നിങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിശ. ഓക്കെ, എങ്ങോട്ടേക്ക് പോകുന്നു, എങ്ങോട്ടേക്ക് തിരിയുന്നു, എങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം അതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുണ്ടായിരിക്കും, ദർ ഷുഡ് ബി എ ലീഡർ. ഓക്കെ, ഒരു ലീഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലീഡർ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നത്. ആർക്ക്, ടു ഹിസ് സബോർഡിനേറ്റ്, അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഓഫീസേഴ്സിന് അല്ലെങ്കിൽ താഴെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നത്, എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. സോ അവിടെ പ്രധാനമായിട്ടും വരുന്നത് ലീഡിങ് ആൻഡ് ഗൈഡിങ് സബോർഡിനേറ്റ് ടു അച്ചീവ് ദ ഗോൾസ്. ഓക്കെ, ഇതിന് അടുത്തതാണ് ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻസ്, മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ലീഡർഷിപ്പ്. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതായത് രാവിലെ ഇന്ന സമയത്ത് നിങ്ങൾ എത്തണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഉച്ചയാകുമ്പോഴേക്ക് എന്തെങ്കിലും നമ്മുടെ ക്ലയൻറ്റ് വരും, ആ ക്ലയൻറ്റിനെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വീകരിച്ചിരുത്തണം. ആ ക്ലയൻറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കണം. ഇന്ന സമയമാകുമ്പോൾ ആ ക്ലയൻറ്റിന് എന്ത് ചെയ്യണം, നമ്മുടെ സെയിൽസ് ടീമുമായിട്ട് മീറ്റ് ചെയ്യിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ക്ലയൻറ്റിനെ കൊണ്ടുപോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വാട്ട് എവർ ഇറ്റ് മേ ബി അതിനെന്ത് ചെയ്യണം, ഒരു വിസിറ്റിംഗ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അത് ആരുടെ ജോലിയാണ്, ലീഡറുടെയാണ്. ഓക്കെ, നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അവിടെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നതും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ലീഡർഷിപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. Okay, then the next is coordinating. Okay, so this CO that stands for coordinating.
അപ്പം ഒരുപാട് വർക്കുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, കോർഡിനേറ്റ് ചെയ്യണം അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ സിംഗിളായിട്ട് നിങ്ങൾ നോക്കുക, ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, ഒരു ഡിസ്ട്രിക്ട് കളക്ടർ. ബേസിക്കലി അദ്ദേഹത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളുണ്ട്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ജില്ലയിലെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിക്കലി ഒരു കളക്ടർ എന്ന് പറയുന്നത് സിൻസ് ബ്രിട്ടീഷ് ടൈം ഒരു റവന്യൂ ഓഫീസറാണ്. അപ്പം ആ ഒരു റവന്യൂ മാനേജ്മെൻറ്റിൻ്റെ ഹെഡാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡാണ്. ഓക്കെ, ദെൻ പൊതുഭരണത്തിൻ്റെ ഹെഡാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഹി ഈസ് ആൾസോ റെസ്പോൺസിബിൾ ടു ദ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ദെൻ അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ, ഡെഫിനറ്റ്ലി SP ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് ഈവൻ SP എന്ത് വേണം, ഫോർ എക്സാമ്പിൾ 144 ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് പോലീസ് എമർജൻസി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയും കൂടെ അപ്രൂവൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറേയും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം ആ കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിലും ഡിസ്ട്രിക്ട് കളക്ടർക്ക് എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അപ്പം നമ്മളെ കോഴിക്കോട്, ഓക്കെ, കളക്ടർ ബ്രോ. ഓക്കെ, സോ ഡസ് എനിവൺ നോ ഹു വാസ് ദ കോഴിക്കോട് കളക്ടർ ബ്രോ? ഓക്കെ, ഹു വാസ് ദ കളക്ടർ ബ്രോ ഇൻ കോഴിക്കോട്? ഓക്കെ, സോ നിങ്ങളൊരാൾ കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ എന്തായിരിക്കും, ഐ ജസ്റ്റ് ഗിവ് യു എ ക്ലൂ, ഞാൻ അതുവരെ കളക്ടർ ബ്രോ എന്ന് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളക്ടർ ബ്രോ അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ഓപ്പറേഷൻ സുലൈമാനി. ഓക്കെ, ഓപ്പറേഷൻ സുലൈമാനി. അതുപോലെ അടുത്തതാണ് കമ്പാഷനേറ്റ് കാലിക്കറ്റ്. ഓക്കെ, കമ്പാഷനേറ്റ് കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ്. അപ്പം ഇതിൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി ടു പ്രൊവൈഡ് ഫുഡ് ടു ദി അതേഴ്സ്. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, കെയർ ആസ്പെക്ട് ഓഫ് ദി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നുണ്ട്. ഇനി കോർഡിനേഷൻ ആസ്പെക്ട് എങ്ങനെയാണ് വരുന്നത്, ഇപ്പം ഓപ്പറേഷൻ സുലൈമാനിയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ഹോട്ടൽ ഉടമകൾ ഉണ്ടായിരിക്കും. ആ ഹോട്ടൽ ഉടമകൾക്ക് ബാക്കി വരുന്ന ഭക്ഷണം എന്ത് ചെയ്യാം, ചിലപ്പം ഹോട്ടലിൻ്റെ മുമ്പിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് കൂപ്പൺസ് പ്രൊവൈഡ് ചെയ്യും. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യും, ഈ കൂപ്പൺ വിശന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ച് അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കാൻ അതിന് പ്രത്യേകിച്ച് കഴിവില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് പ്രൊവൈഡ് ചെയ്യും. നിരാലംബരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യും. ഈ കൂപ്പൺ കൊണ്ട് അവർ ആ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, ഫുഡ് കിട്ടും. ഓക്കെ, സോ ഇതായിരുന്നു ഈ സ്കീം എന്ന് പറയുന്നത്. അപ്പം എത്രയോ ആൾക്കാരുടെ കോഓപ്പറേഷൻ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹോട്ടൽ ഉടമകൾ വരുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോട്ടൽ ഉടമകൾ എന്ത് ചെയ്തു, കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കൂപ്പൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വോളണ്ടറി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ എല്ലാവരും കൂടെ വന്ന സമയത്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ സുലൈമാനി അല്ലെങ്കിൽ കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ത് ചെയ്യുന്നത്, ഒരു സക്സസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സ്റ്റിൽ ഐ ഡിഡ്ന്റ് റിസീവ് എനി കമന്റ്. ഓക്കെ, പ്രശാന്ത് നായർ IAS. സോ ഹി വാസ് ദി കളക്ടർ ബ്രോ. ഓക്കെ, സോ അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു സുനിൽ കുമാർ. ഓക്കെ, അത് കറണ്ട് ആയിരിക്കും. ഓക്കെ, കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന നമ്മുടെ കളക്ടർ എന്ന് പറയുന്നത് പ്രശാന്ത് നായർ ആയിരുന്നു. ഓക്കെ, യെസ്. ദെൻ അപ്പം കോർഡിനേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്ത് വേണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ അവരെ ഹാർമോണൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഇടയിൽ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് അവരെ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ടേക്ക് പോകേണ്ടത്. ദെൻ അടുത്തതാണ് അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേഷൻ, റിസോൾവിങ് ഓവർലാപ്പ് ആൻഡ് എൻഷുറിങ് സിനർജി. ഇതും കോർഡിനേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഓർത്താൽ മതി, അല്ലെങ്കിൽ ഇലക്ട്രൽ വോട്ടർ ID കാർഡ് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അതായത് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഓക്കെ ചിലപ്പോൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടർ അല്ലെങ്കിൽ വോട്ടിംഗ് അവകാശം ഉണ്ട്. അതാണ് എന്ത് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലും ബെറ്റർ ആയിട്ട് കോണ്ടെക്സ്ച്വലി ഡ്യൂപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ റിസോൾവിങ് ഓവർലാപ്പ്. ഓക്കെ, ഓവർലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ആളുകൾ ഓക്കെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, സ്കീമുകൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരേ ഡിഫറെൻറ്റ് സ്കീമുകൾ ഒരേ പർപ്പസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യുന്നു. അതിന് നല്ലത് ഒറ്റ സ്കീം എന്ത് ചെയ്യാണ്, ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതിന് ബെറ്റർ ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂപ്ലിക്കേഷൻ അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ എൻഷുറിങ് സിനർജി. സിനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അതിലാരും എന്ത് ചെയ്യരുത്, ലാഗ് ചെയ്യരുത്, എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം. അതാണ് എൻഷുറിങ് സിനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് 2 ആസ്പെക്ട് റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്.
അപ്പോൾ നോക്കുക, ഈ പറയുന്ന ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന ലിൻഡൽ ഉർവിക് ആണ്. ഓക്കെ, സോ ലിൻഡൽ ഉർവിക് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു ബഡ്ജറ്റിംഗ് ആസ്പെക്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ലൂതർ ഗുള്ളിക് അതുപോലെ തന്നെ ലിൻഡൽ ഉർവിക് ഇവരാണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റിംഗ് ആസ്പെക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇൻ കേസ് ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ബഡ്ജറ്റിംഗും ആണ്. ഈ രണ്ട് ആസ്പെക്ട് അഡ്മിനിസ്ട്രേഷനിലേക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന രണ്ട് പേരാണ്. ഓക്കെ, സോ ലൂതർ ഗുള്ളിക് അതുപോലെ തന്നെ ലിൻഡൽ ഉർവിക്, ഈ രണ്ട് പേരുകളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ലിൻഡൽ ആൻഡ് ഉർവിക്. ദെൻ റിപ്പോർട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് കീപ്പിംഗ് ഹയർ ഓതോറിറ്റീസ് ഇൻഫോംഡ് അബൌട്ട് പ്രോഗ്രസ് ആൻഡ് ചാലഞ്ചസ്. ഓക്കെ, ആ ഒരു പ്രോഗ്രസിനെ കുറിച്ചിട്ടും ചാലഞ്ചസിനെ കുറിച്ചിട്ടും ഹയർ ഓതോറിറ്റീസിലേക്ക് അറിവ് കൊടുക്കുന്നതിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൂളുകൾ യൂസ് ചെയ്യാം. റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ഓക്കെ, ഇൻസ്പെക്ഷൻസ് ഉണ്ടായിരിക്കും, പെർഫോമൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ പോസ്റ്റ് കോർപ്പിന്റെ സ്കോപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് ബഡ്ജറ്റിംഗ്. അപ്പോൾ ബഡ്ജറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ പ്ലാനിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ അക്കൗണ്ടിങ് വരുന്നുണ്ട്, കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ബഡ്ജറ്റ്. ഓക്കെ, ആ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഓരോരോ സ്കീമുകൾക്ക് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്, ഫോർ എക്സാമ്പിൾ CAG അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 148. ഓക്കെ, അപ്പോൾ CAG എന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന പബ്ലിക് എക്സ്ചെക്കർ അതിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക് പേഴ്സ് അവിടെ നിന്ന് ചെലവാക്കപ്പെട്ടത് എത്ര രൂപയാണെന്നത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്ന രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. ഓക്കെ, അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് CAGയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ എവിടെയാണ് വരുന്നത്, പാർലമെന്റിലാണ്. ഓക്കെ, സോ പാർലമെന്റിന്റെ കേസിൽ എന്ത് വരുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള കട്ടുകൾ വരുന്നുണ്ട്, പോളിസി കട്ട്, റേറ്റ് കട്ട്, ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കട്ടുകൾ വരുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതെല്ലാം എന്തിന്റെ ഭാഗം തന്നെയാണ്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലോ മേക്കിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗം ആണോ എന്ന്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, ലോ മേക്കിംഗ്, പാർലമെന്റ് ഇതെല്ലാം അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. കാരണം ഞാൻ പറയാൻ കാരണം ഈ പറയുന്ന ലോ മേക്കിങ്ങും ലോ ഇംപ്ലിമെന്റേഷനും രണ്ടാണ് എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസൺ ആണ്. അപ്പോൾ അദ്ദേഹം അത് പറയാൻ കാരണം എന്താണ്, ഇത് രണ്ടും ഒന്നാണ്, ഇത് രണ്ടും അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് തിങ്കേഴ്സും ഉണ്ട്. ഓക്കെ, സോ വുഡ്രോ വിൽസൺ പറഞ്ഞത് എന്തായിരുന്നു, പോളിസി മേക്കിങ്ങും അതുപോലെ തന്നെ പോളിസി ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ ലോ മേക്കിങ്ങും ലോ ഇംപ്ലിമെന്റേഷനും ഓക്കെ രണ്ടും രണ്ടാണ്. എക്സിക്യൂഷൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്ന ആൾക്കാരാണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അതർ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോ മേക്കിംഗ് എന്ന് പറയുന്നതും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തതാണ് അലോക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദി ഫൈനാൻഷ്യൽ റിസോഴ്സസ്. അപ്പം അതാണ് മെയിനായിട്ടും ആര് ചെയ്യുന്നത്, ഫൈനാൻസ് കമ്മീഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫൈനാൻസ് കമ്മീഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ റിസോഴ്സസ് സെൻട്രൽ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ടാക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരള എക്കണോമി പറഞ്ഞ സമയത്ത് അവിടെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന പോസ്റ്റ് കോർപ്പ് തിയറിക്ക് നേരെ ചില ക്രിറ്റിസിസംസ് ഉണ്ട്, ചില വിമർശനങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് വിമർശനം ഓൾറെഡി നമ്മൾ കണ്ടതാണ്, മെക്കാനിക്കലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ ബിഹേവിയറൽ കമ്പോണൻസ്, ഇങ്ങനത്തെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കൺസിഡർ ചെയ്യാതെയാണ് ഈ ഒരു കാര്യം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പുതിയ കോംപ്ലക്സിറ്റീസ്, അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആയി എന്ന് പറയാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേഷനിൽ പല പുതിയ ചാലഞ്ചസും വരും. അതൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്താണ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. പിന്നെ നമുക്കറിയാം പുതിയ കാലത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പലതരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് വരും, പലതരത്തിലുള്ള ചാലഞ്ചസ് വരും. ഓക്കെ, അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എവിടെ മെൻഷൻ ചെയ്യുന്നില്ല, പോസ്റ്റ് കോർപ്പിൽ പറയുന്നില്ല. അതിൽ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, ഇത് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ, അഡ്മിനിസ്ട്രേഷനായി. അങ്ങനെയാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കോളം ടിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്സാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് കോർപ്പസ് ടു മെക്കാനിക്കൽ ആൻഡ് റിജിഡ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇഗ്നോർസ് ദ ഹ്യൂമൻ ആൻഡ് ദ സോഷ്യൽ ആസ്പെക്ട് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ.
അഡ്മിനിസ്ട്രേഷൻ്റെ സോഷ്യൽ ഡയമെൻഷൻ, സോഷ്യൽ ആസ്പെക്ട്, സാമൂഹിക പ്രസക്തി ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനടുത്തതാണ് ഓവർ സിംപ്ലിഫൈഡ്. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ അല്ല, ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, ഈവൻ പീപ്പിൾ, ആളുകളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, അപ്പം അത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് സിംപ്ലിഫൈഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ എന്താണ്, റിയൽ വേൾഡ് അഡ്മിനിസ്ട്രേഷൻ ഇസ് മോർ കോംപ്ലക്സ് ദാൻ ജസ്റ്റ് 7 ഫങ്ഷൻസ്. ഈ പറയുന്ന 7 ഫങ്ഷൻസിനേക്കാൾ കൂടുതൽ വളരെ കോംപ്ലക്സ് ആണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റ് കോർപ്പ് അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് നെഗ്ലെക്ട്സ് പോളിസി മേക്കിംഗ് ആൻഡ് പൊളിറ്റിക്സ്. അപ്പം സ്വാഭാവികമായിട്ടും വിഡ്രോ വിൽസൺ പറഞ്ഞ ആ ഒരു ആസ്പെക്ട് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കവർ ചെയ്തിട്ടില്ല, പോളിസി മേക്കിങ്ങും അതുപോലെ തന്നെ പൊളിറ്റിക്സും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ കുറേ കൂടെ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ജനങ്ങളുമായിട്ട് കൂടുതൽ, അതായത് ജനങ്ങളുടെ പൾസ് അറിയുന്ന ആൾക്കാരാണ് എന്ത് പൊളിറ്റിക്സിലുള്ളത്. ഓക്കെ, എന്നാൽ ഭരണത്തിനെ കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ IAS ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്, ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഫോക്കസിൽ എന്തായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം പൊളിറ്റിക്സിലുള്ള ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള പോളിസിയിലായിരിക്കും. എന്നാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും, എഫിഷ്യൻസിയിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ടൈംലി ആയിട്ട് കാര്യങ്ങളെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു പോകുന്നതിനായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അവരുടെ ഇൻട്രസ്റ്റിൽ, അവരുടെ അപ്രോച്ചിൽ. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നെഗ്ലക്റ്റ് ദ പോളിസി മേക്കിംഗ് ആൻഡ് പൊളിറ്റിക്സ്. സോ ഫോക്കസസ് ഓൺലി ഓൺ എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കണം, എന്നിട്ട് ഡയറക്റ്റ് ചെയ്യണം, കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, ദെൻ ബഡ്ജറ്റിംഗ്. അപ്പോൾ അതെന്താണ്, ഇറ്റ് ഫോക്കസസ് ഓൺ ദി എക്സിക്യൂഷൻ. ഓക്കെ, അതിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പോളിസി മേക്കിങ്ങിലും അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. ആൻഡ് നോട്ട് ഓൺ ദ പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പോസ്റ്റ് കോർപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കീ ആക്ടിവിറ്റീസും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. ഓക്കെ, സോ ഈ ആക്ടിവിറ്റീസിലേക്ക് വരുന്ന സമയത്ത് ആദ്യം വരുന്നത് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ്, CEOs, ലൈക്ക് സിവിൽ സർവൻസ്, ഓക്കെ, അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ടു മേക്ക് ദ ഡിസിഷൻസ്. ദെൻ അനലൈസിങ് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദെൻ അസസിങ് റിസ്ക്, ഇതൊക്കെ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, ഡാറ്റ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ റിസ്ക് അനലൈസ് ചെയ്യുക, ഇതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാണ്. ദെൻ ചൂസിങ് ഓപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, സാധാരണ UPSCയുടെ സിവിൽ സർവീസിൻ്റെ ഒക്കെ എത്തിക്സിന്റെ കേസ് സ്റ്റഡിയിൽ വരുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു പാവപ്പെട്ട ആള്, അയാൾക്ക് ജീവിക്കാനോ ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം സമ്പാദിക്കുന്നതിനോ ഒന്നും ഒരു വകയില്ലാത്ത ഒരാളാണ്. ഓക്കെ, അയാൾക്കൊരു ജോലിയില്ല, പ്രായമായിട്ടുണ്ട്, അധ്വാനിക്കാൻ കഴിയാത്ത ഒരാളാണ്. അയാൾ നിങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അയാൾക്ക് എന്ത് വേണം, ഒരു റേഷൻ കാർഡ് വേണം. ഇപ്പോൾ സിമ്പിൾ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഫുഡ് സെക്യൂരിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആൻസർ വരും, ഞാൻ എന്ത് ചെയ്യും, അങ്ങേരെ അന്നപൂർണ്ണ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അങ്ങേർക്ക് എന്ത് ചെയ്യും, റേഷൻ കാർഡ് കൊടുക്കുന്നുള്ളത്. ഓക്കെ, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് ആ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാന്ന് വിചാരിക്കും. അപ്പം ഇയാൾക്ക് എന്തില്ല, റേഷൻ കാർഡില്ല, ഇയാൾക്ക് അഡ്രസ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയോ ആണ്. പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ പറയുന്ന റേഷൻ കിട്ടാൻ എന്തുകൊണ്ടും എലിജിബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേക്ക് ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിയമം തെറ്റിച്ചുകൊണ്ട് ഇയാളെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ നിയമം മൂലം അല്ലെങ്കിൽ നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് പ്രകാരം കൃത്യമായിട്ട് ഈ ഫുഡ് കിട്ടേണ്ട ആളാണ് ഇയാൾ. പക്ഷെ അതിനുള്ള രേഖകൾ ഇയാളുടെ കയ്യിലില്ല. ഓക്കെ, രേഖാമൂലം അല്ല, പക്ഷേ ഇൻ റിയാലിറ്റി ഇയാൾക്ക് എന്ത് കിട്ടണം, ഫുഡ് കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് എന്നുണ്ടെങ്കിൽ സംടൈംസ് വി മേ ഹാവ് ടു ബെൻഡ് ദ റൂൾസ് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ബെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റൂൾസിലെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ സഹായിക്കാൻ മുന്നോട്ടേക്ക് വരേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, വി ഹാവ് ടു ചൂസ് ദി ഒപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ.
അപ്പം ഇദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റുന്ന സ്കീം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്രധാനമായിട്ടും 2 സ്കീമുകൾ ഫുഡ് സെക്യൂരിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ പഠിക്കും കേരള എക്കണോമിയിൽ. ഒന്ന് അന്നപൂർണ്ണ സ്കീം വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 65 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അന്നപൂർണ്ണ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്, റേഷൻ കാർഡുകൾ അല്ലെങ്കിൽ റേഷൻ ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, അതായത് ഡെസ്റ്റിറ്റ്യൂഷണൽ ഹോംസ് ഉണ്ട്, അതായത് വൃദ്ധസദനങ്ങൾ, അവർക്കും റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, ഈ വ്യക്തിയെ ആക്കാൻ പറ്റും. അപ്പോൾ അതെന്താണ് നമ്മുടെ ഒപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അപ്പം നമ്മൾ ഇയാൾക്ക് റേഷൻ കാർഡ് കൊടുക്കുകയല്ല ചെയ്തത്. ഓക്കെ, അയാൾ എന്ത് ചെയ്തു, നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കി. അപ്പോൾ അതെന്താണ്, ഒരു ഒപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അയാൾക്ക് പ്രോപ്പറായിട്ട് ഇനി അവിടെ എന്ത് കിട്ടും, റേഷൻ കിട്ടും. ഓക്കെ, സോ അയാൾക്കുള്ള റേഷൻ ഫുഡ് എന്ത് ചെയ്യും, അവിടേക്ക് ഡെലിവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിനടുത്തതാണ് റിസോഴ്സ് മാനേജ്മെന്റ്. കൃത്യമായിട്ടുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് മാനേജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ റിസോഴ്സ് മാനേജ്മെന്റ് കാണാൻ പറ്റും. കാരണം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സ് മാനേജ്മെന്റിൽ നിന്നാണ്. അതിൻ്റെ കൺസ്ട്രെയിൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായത് തന്നെ. Okay, so allocating human, financial and material resources for the efficiency or efficiently. Okay, അപ്പോൾ അത് എഫിഷ്യൻ്റ് ആയിട്ട് ഈ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം ഫോർ ദി ഒപ്റ്റിമൽ റിസൾട്ട്. ദെൻ അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷനിൽ എന്ത് വേണം, ഒരു കീ ആക്ടിവിറ്റിയാണ് അഡ്മിനിസ്ട്രേഷനിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് ഹൈറാർക്കിയൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് കോർപ്പിൽ തന്നെ ഇവിടെ R സ്റ്റാൻഡ്സ് ഫോർ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, R സ്റ്റാൻഡ്സ് ഫോർ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോർഡിനേഷനും കോപ്പറേഷനും അതുപോലെ തന്നെ ഒരു കോമൺ ഗോളും ഒക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ എന്ത് വേണം, ദർ ഷുഡ് ബി കമ്മ്യൂണിക്കേഷൻ. എനിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു കോമൺ ഗോള്. ഓക്കെ, അതായത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും 8 മണിക്ക് ക്ലാസ്സുകളിലേക്ക് വരുന്നു, ക്ലാസ്സുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദി സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിനേഷൻ. അടുത്ത വരുന്ന ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ റാങ്ക് അടിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗോളാണ്. അപ്പോൾ ആ ഗോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ ടൈം ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത്, ടെലഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ വെബ്സൈറ്റാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ടൈമിങ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതെന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ്. ഇൻ പേഴ്സൺ ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, സോ അങ്ങനെ ജസ്റ്റ് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് എൻഷുറിങ് ക്ലിയർ, ടൈംലി ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് അക്രോസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ, ഇപ്പം ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഞാനും നിങ്ങളുമാണ്, 2 സ്റ്റേക്ക് ഹോൾഡേഴ്സേ ഉള്ളൂ. എന്നാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ആകുന്ന സമയത്ത്, ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ ആകുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അവർ തമ്മിലൊക്കെ എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ വേണം. അടുത്തത് പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഒരു പോളിസി ഉണ്ടാക്കുന്നുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതും എന്താണ്, അഡ്മിനിസ്ട്രേഷന്റെ കീ ആക്ടിവിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ കീ ആക്ടിവിറ്റീസ് ഓർ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. സോ അങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഒരുവിധം എല്ലാം അഡ്മിനിസ്ട്രേഷനിൽ കവേർഡ് ആണ്. ഡിസിഷൻ മേക്കിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, പോളിസി ഫോർമുലേഷൻ, പോളിസി ഇംപ്ലിമെന്റേഷൻ, ഇതെല്ലാം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കവേർഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ്, ജസ്റ്റ് എല്ലാം ഒന്ന് നമുക്ക് റീഡ് ചെയ്ത് പോകാം, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ആളുകൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യുക, അവസാനം വരെ കാണാം. അവസാനത്തിൽ എനിക്ക് ചെറിയൊരു അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദ ക്ലാസ്സസ്. ഓക്കെ, അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് വി ക്യാൻ ലീവ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയിക്കാം. ഓക്കെ, സോ ഇവിടേക്ക് വരുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ആളുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, മീഡിയേറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഫോസ്റ്ററിംഗ് കൊളാബറേഷൻ എമംഗ് ടീം ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഡിഫറെൻറ്റ് ടീമുകൾ തമ്മിൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ ഒരു കൊളാബറേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ 7 കിലോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈവേയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 70 കിലോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈവേയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിട്ട് മാറി. ആ റിപ്പോർട്ടിങ്ങിൽ എന്ത് ചെയ്തു, പെർഫോമൻസ് ഇവാലുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇന്നലെ 50 കിലോമീറ്റർ ആയിരുന്നു, ഇന്ന് 70 കിലോമീറ്റർ ആയി. സോ ദർ ഇസ് ആൻ ഇൻക്രീസ്. ഓക്കെ, സോ ദർ ഇസ് മോണിറ്ററിംഗ് ഔട്ട്കംസ്, അസസിംഗ് എഫിഷ്യൻസി, ഇംപ്ലിമെന്റിംഗ് ഇംപ്രൂവ്മെന്റ്സ്. ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്, പെർഫോമൻസ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ദെൻ റിസ്ക് മാനേജ്മെന്റ്.
ഓക്കെ, റിസ്ക് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് നിങ്ങളൊരു പോളിസി എടുക്കുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അത് ചെയ്യേണ്ട എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. അപ്പം ആ പോളിസി ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ്, ഓക്കെ, ഒരു പാലം, ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ല എക്സാമ്പിൾ. അപ്പം ഒരു പാലം, ആ പാലം വേണ്ട രൂപത്തിലല്ല കൺസ്ട്രക്ട് ചെയ്തത്, അത് പൊളിഞ്ഞു വീണാൻ പോകാന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ PWD മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ഓക്കെ, അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കും. അപ്പം ആ മന്ത്രി എന്ത് പറയും, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട, ആ പാലം അങ്ങ് പൊക്കോട്ടെ, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് അത് മോശം എന്നൊക്കെ ചിലപ്പോൾ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒബ്വിയസ്ലി എന്തുണ്ടായിരിക്കും, ദർ ഷുഡ് ബി എ റിസ്ക്. മിനിസ്റ്റർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് എന്ത് ചെയ്യണം, യു ഹാവ് ടു മിറ്റിഗേറ്റ് ആൻഡ് മാനേജ്. അപ്പോൾ അവിടെ എന്താണ്, ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ ചാലഞ്ച്. ഇവിടുത്തെ ചാലഞ്ച് എന്താണ്, മിനിസ്റ്റർ നിങ്ങളോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് ഓവർകം ചെയ്ത് നിങ്ങളത് നടപ്പാക്കണം. അതാണ് അവിടുത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഡെവലപ്പിംഗ് കണ്ടിൻജൻസി പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു കണ്ടിൻജൻസി പ്ലാൻ വേണം. അപ്പോൾ മിനിസ്റ്റർ ഇൻ കേസ് എന്നെ ടെർമിനേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് മുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എന്ത്, വിസിൽ ബ്ലോവർ സ്കീം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാം. ഓക്കെ, ഈ പാലം ഇത് കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇവാലുവേഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, നാഷണൽ ഹൈവേ അതോറിറ്റി അത് ഡെയിലി എന്ത് ചെയ്യാറുണ്ട്, ഇൻസ്പെക്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ബട്ട് ഇറ്റ് ഹാസ് കൊളാപ്സ്ഡ്. ഓക്കെ, അത് കൊളാപ്സ് ചെയ്യും എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം 1 വർഷം മുമ്പേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കി കണ്ടിട്ടുള്ള പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിൽക്കില്ല, ഇത് കൊളാപ്സ് ആവും, കേരളത്തിന്റെ ജോഗ്രഫിക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺസ്ട്രക്ട് ചെയ്ത ആൾക്കാർ, ഈ പറയുന്ന ഇൻസ്പെക്ട് ചെയ്തു എന്ന് പറയുന്ന മന്ത്രിതലത്തിലുള്ള ആൾക്കാർ ഒന്നും എന്ത് ചെയ്തില്ല, അത് മാനേജ് ചെയ്തില്ല. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നൗ കമ്മിങ് ടു അവർ പോയിന്റ്, ഈ കണ്ടിജൻസി പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന വിസിൽ ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ റിപ്പോർട്ട് എനിക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിന് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്. വിവിധ ആൾക്കാരെ എന്ത് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ത്രൂ ദാറ്റ് യു ഹാവ് ടു ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് എംപ്ലോയീസ്, ക്ലയൻസ്, സിറ്റിസൺസ് ആൻഡ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്, ഒരു കമ്പനി ആണെങ്കിൽ യു വിൽ ഹാവ് പാർട്ട്നേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ജനങ്ങളുണ്ടായിരിക്കും, സിറ്റിസൺ, അതുപോലെ തന്നെ ക്ലയൻസ് ഉണ്ടായിരിക്കും, എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. യു ഹാവ് ടു റിപ്പോർട്ട് ടു ദം, യു ഹാവ് ടു ബി ആൻസറബിൾ ടു ദം. ഓക്കെ, സോ ഇതെല്ലാം എന്ത് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ളിൽ വരുന്ന ചില കീ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ആസ് യു നോ ഇതൊരു ആർട്സ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു പോകാനായിരിക്കും ഉണ്ടാവുന്നത്.